ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അയക്കണ്ട വീഡിയോ ഇട്ടിട്ട്, കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാന്. എല്ലാവരും കണ്ടിരുന്ന പോലെ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളെ കോഴിക്കുട്ടികൾക്ക് കൊടുക്കാനാട്ടത്. ഇത് കപ്പക്ക കറുമൂസ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഇലയാണ്. ഇത് നന്നായി കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ നല്ലോണം തിന്നും ചെയ്യും. കോഴികൾക്ക് അത് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. അതേപോലെ കുറച്ച് തോനെ കിട്ടിയപ്പോൾ ഞാനത് ഫുള്ളും അരിഞ്ഞൊരു കീസിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിന് ഇച്ചിരി ഇങ്ങനെ വാരിയിട്ട് കൊടുക്കാമല്ലോ എഴുതിയാണ്ട് കേട്ടോ. അപ്പോൾ കോഴിക്കുട്ടന്മാരൊക്കെ വിട്ടിട്ട് കുറച്ച് സമയമൊക്കെ ആയി. അപ്പോൾ അകത്തത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരേതാ ചിരിയൊക്കെ വളർന്നിക്കണ്. 10-15 ദിവസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതിന് മാത്രമല്ലേ വളർച്ചയൊക്കെ കഴിക്കണം കേട്ടോ. ഇപ്പം ഞാൻ വെറും കോഴിത്തീറ്റ മാത്രമൊന്നുമല്ല, ഗോതമ്പ് ചെറുതാക്കി മിക്സിയിലിട്ട് ഇതാക്കിങ്ങാണ്ടും അങ്ങനെയൊക്കെ കൊടുക്കലുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ മല്ലി പറ്റ കഴിഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ കുറച്ച് പൊടിച്ച് വെക്കരുതിങ്ങാണ്ട് നിങ്ങൾക്ക് കാണിച്ചും തരാമെന്ന് വിചാരിച്ചങ്ങാണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കിലോ മല്ലി വാങ്ങിയിരിക്കണം. അപ്പം ഇതിന് ഞാൻ ഒരു മലപ്പുറം സ്റ്റൈലിലാണ് കേട്ടോ അത് വറുത്ത് പൊടിച്ചണത്. ഞാൻ ഇവിടെ ലോല കുറ്റം പറയൊന്നും അല്ല. ഇവിടെ എന്താ ചോദിച്ചാൽ വറുത്ത് പൊടിച്ചാൽ നമ്മൾ മല്ലി വാങ്ങിങ്ങാണ്ട് അത് വെയിലത്തിട്ടുങ്ങാണ്ട് തന്നെ നല്ലോണം കേകി ചൂടാക്കും. പക്ഷേ വറുക്കണോലും ഉണ്ട്, ഒന്ന് ചൂടില്ല പാത്രത്തിലിട്ടുങ്ങാണ്ട് ഒന്ന് ഇളക്കിയെടുക്കണോലുണ്ട്. അല്ലാതെ ഇതിൽ നമ്മൾ ഈ കൂട്ടണ പോലെ സംഭവങ്ങളൊന്നും കൂട്ടണില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ഇട്ടുങ്ങാണ്ട് വറുത്ത് കൊടുത്തേക്കാൻ നിന്നപ്പോൾ ഇവിടുത്തെ ഇയാളിഞ്ഞോട് പറഞ്ഞ് അങ്ങനെയൊന്നും ഇവിടെ കൊണ്ടുപോകൂല, നാണക്കേടാണ്, അങ്ങനെയൊക്കെ കണ്ട കാടും പൊന്തെല്ലാം കൂടി അതിലിട്ടുങ്ങാണ്ടൊന്ന് എൻ്റെ അടുത്ത് തന്ന് വിടരുത്, അവിടെ ചെന്ന് തുറന്ന് നോക്കുമ്പോൾ നാണക്കേടാന്നൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനെന്ത് വിചാരിച്ചു, നമ്മളവിടെയൊക്കെ അങ്ങനെയാണല്ലോ പൊടിച്ച. ഇതിൽ വലിയ ജീരകം കുറച്ചിടും, കറിവേപ്പില നല്ലോണം കുറച്ച് ഇട്ടാൽ അതിൻ്റെയൊക്കെ മണം ഇങ്ങനെ നമ്മൾ ഈ മല്ലിപ്പൊടിൻ്റെ പാത്രം ഇങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ അല്ലേ എവിടെ വരും അതിൻ്റെ സ്മെല്ല്. അതിട്ടിങ്ങാണ്ട് ഇങ്ങനെ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ ഇറച്ചി വരട്ടിയ അതൊക്കെ ഇങ്ങോട്ട് പാത്രം നമ്മളിങ്ങോട്ട് തുറക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലില്ലേ, അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാനെന്ത് വിചാരിച്ചു, നമ്മളെ അതേ സ്റ്റൈലിൽ ഇവിടെ ഒന്ന് വറുത്ത് നോക്കട്ടെ എന്ന് കരുതിയിരിക്കുക കേട്ടോ. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ 1/2 കിലോ മല്ലി വാങ്ങിയിരിക്കുന്നത്. പിന്നെ അതിക്ക് ഞാൻ ഒരുപാട്, നമ്മൾ 1 കിലോ മല്ലിക്ക് 100 ഗ്രാം വലിയ ജീരകമൊക്കെ ഇടാനാണ്. പക്ഷെ ഇവരിങ്ങനെയൊന്നും ഇടാത്തത് കൊണ്ട് ഞാൻ 1/2 കിലോനിക്ക് 50 ഗ്രാം തേച്ചോ അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിലേറെയും കുറച്ചെങ്ങാണ്ടാണ് ഇട്ടിക്കണത്. കറിവേപ്പിൻ്റെ ഇല കുറച്ച് തോനെ ഇട്ടിക്കണം കേട്ടോ, അതിൻ്റെ സ്മെല്ലിച്ച് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു പൊടി ഒരു കീസുക്ക് മാറ്റിയിരിക്കണം കേട്ടോ. പച്ചമല്ലി കഴുകി വെച്ചത്. നമുക്ക് വല്ല മന്തിയോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചമല്ലി വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതിക്ക് എടുക്കാതിരുന്നാണ്ട് ഇവിടെ കുറച്ചുണ്ടായിന്, ഞാൻ അതിലേക്ക് കൂട്ടിയാണ്ട് പകരം പുതിയതൈക്ക് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിത് വറുക്കാം. ഇതൊക്കെ നല്ലോണം കഴുകി ഞാൻ ഉണക്കി എടുത്തതാട്ടോ. ഇനി നമുക്കിത് കുറച്ചിട്ടുങ്ങാണ്ടാണ് വറുക്കണത്. ഒരുപാടിട്ട് വറുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരേപോലെ ആയില്ലെങ്കിലോ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ എടുക്കണത്. അപ്പം നമുക്കിത് വറുക്കാം. നല്ലോണം ആദ്യം ചട്ടി നല്ലോണം ചൂടായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം കരിഞ്ഞു പോയാലേ കരിയാതെ ആവണം, എന്നാലേ ഇത് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഇത് പൊടിച്ച് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ആ കുപ്പിക്കൊക്കെ ആക്കിയ സമയത്ത് എന്തൊരു സ്മെല്ല് എന്നറിയോ. പക്ഷേ അവിടുത്തെ അതേ ഒരു ഇതിങ്ങോട്ട് ഓർമ്മ വന്നു കേട്ടോ. അതേ ഒരു മണവും ഇതുമൊക്കെ ഈ പച്ചമല്ലി വറുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ
അങ്ങനെ മണമൊന്നും വരില്ല. അത് അതിന് വേറെ സ്മെല്ലാണ്. ഇത് നമ്മൾ പാത്രം തുറന്ന് കഴിഞ്ഞാൽ തന്നെ, ഞാൻ വെറുതെ പറയണല്ല, അറിയുന്നവർക്കൊക്കെ അറിയാം. നമ്മളെ മലപ്പുറം നാട്ടിൽ കൂടി ഒന്നും ഇപ്പം അത് ഞാൻ പറഞ്ഞു കൊടുക്കും വേണ്ട. കാരണം അവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെയാണ് മല്ലി വറുക്കുക. വറുത്തുങ്ങാണ്ട് ആ നോമ്പൊക്കെ ആകുമ്പോൾ ഇതേപോലെ വറുത്തിട്ട് കൊണ്ടുപോയി മില്ലിൽ ഇങ്ങനെ പൊടിച്ചുമ്പോൾ, നമ്മൾ ആ മില്ലിൻ്റെ പരിസരത്ത് കൂടെ പോയാൽ മതി, എന്തോ ഒരു സ്മെല്ലാണ് വരിക എന്നറിയാം. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് ഇപ്പം ഇങ്ങനെ പൊടിയണുള്ളൂ. നമ്മൾ നല്ലോണം ആയിക്കഴിഞ്ഞാലും ഒന്ന് ചൂടാറിയിട്ടാണ് ഇത് പൊടിച്ചേണ്ടത്, അല്ലെങ്കിൽ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പാത്രം ഇവിടെ വെച്ചിക്കണ്. അപ്പോൾ കുറച്ച് ഇങ്ങനെ വറുത്ത് ആ പാത്രത്തേക്ക് ഇടുകയാണ് കേട്ടോ. ചട്ടി പൊടിച്ചത് ശരിയാകാത്തതുകൊണ്ട് എൻ്റെ കൈ ഇച്ചിരി പൊള്ളി. അങ്ങനെ ഇച്ചിരി ഞാനങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വറുത്തതിൽ ഞാൻ ഈ കറിവേപ്പിൻ്റെ ഇല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതിന് രണ്ടാമത് വറുക്കണയിൽ കൂട്ടായത് അങ്ങനെ കുറച്ച് വറുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകൊണ്ടു കേട്ടോ. പിന്നെ നമ്മളെ പുതിയ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളിങ്ങനെ ഇത് കാണിക്കുമ്പോൾ അറിയണോലുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക കേട്ടോ. അറിയാത്തവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഞാൻ നല്ല പിന്നെ അനുഭവമുണ്ട്, അറിയാത്തവരുണ്ട് എന്ന്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ ഞാനിതിൽ ഇട്ടിക്കണ്. ഇനി അതും കൂടി അതിൽ കിടന്ന് നല്ലോണം വറവാവട്ടെ കേട്ടോ. നമുക്ക് അതും കൂടി ആ പാത്രത്തിൽ തന്നെ മാറ്റാം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ വെറുതെ പറയാണോ അതോ ഇതുപോലെയൊക്കെ ഒന്ന് വറുത്തിട്ട് കുറച്ച് ഒരു 100 ഗ്രാമെങ്കിലും വാങ്ങിച്ചാണ്ട് ഒന്ന് വറുത്ത് ഇതിൽ 2 കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കുറച്ച് വലിയ ജീരകമൊക്കെ ഇട്ടൊന്ന് വറുത്ത് പൊടിച്ച് ഒന്ന് നോക്കുകൊണ്ടു. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നല്ല കറിക്കും നല്ല രുചിയാണ്. പിന്നെ ഇതിട്ടുങ്ങാണ്ടില്ല കറികൾ എന്തിനും നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. പച്ചമല്ലി അരക്കണിയിലേറെ ഒരുപാട്. അപ്പോൾ അതൊക്കെ പാടെ പൊടിച്ചിട്ട് നമുക്ക് കണ്ടോ ഇത്രയും പൊടിയാണ് കിട്ടിയിരിക്കണത്. അപ്പം പൊടിച്ച പൊടി ഒന്നും കൂടി ചൂടാറിയിട്ട് വേണം നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാൻ കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല നിറവും മണവും കൊണവും ഒക്കെ ഉള്ള പൊടി തന്നെയാണ്. ഇതിങ്ങനെ വറുത്ത് പൊടിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് നോമ്പൊക്കെ ഇങ്ങോട്ട് വന്ന പോലെ തോന്നും കേട്ടോ. അപ്പം ഇൻഷാ അല്ലാ നമുക്ക് നോമ്പിനും ഇങ്ങനെ പൊടിച്ചാൽ നോമ്പൊക്കെ അടുത്ത് വരികയല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാനൊരു പാത്രം ഇവിടെ കഴുകി ഉണക്കി വെച്ചിരുന്നത് നെയ്യിൻ്റെ പാത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടപ്പ് നല്ല മുറുക്കുണ്ട്. അപ്പോൾ ഉണങ്ങിയ പാത്രത്തേക്ക് ആക്കി വെക്കുന്നതാവും നല്ലത്. അപ്പോൾ ഞാനിത് ഈ പാത്രം നല്ലോണം കഴുകി ഉണക്കി വെച്ചതാണ്. അതിൽ ഇട്ട് കൊടുക്കണം. ഇതിൽ 1 കിലോനോളൊക്കെ കൊള്ളും, പക്ഷേ ഇത് 1/2 കിലോനല്ലേ ഉള്ളൂ. അപ്പോൾ അതതിൽ കൊള്ളു കേട്ടോ. അപ്പം ഇങ്ങനെ വാരി ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ചൊക്കെ പുറത്തേക്ക് പോകണപ്പോഴാണ് ചോർമയത്. നമ്മളത് പഴയ ഒരു ജാറിൻ്റെ അടപ്പിന് ബാക്ക് ഭാഗം ഇങ്ങനെ അടപ്പ് തുറക്കാൻ കിട്ടും. അപ്പോൾ അത് അയക്കാണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിത്തര പുറത്ത് പോവാതെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിത് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചിരുന്നു കേട്ടോ. നമ്മൾ എടുത്ത് വെക്കുന്ന സാധനം ആവുകൊണ്ടേ ചൂടുണ്ടായ പെട്ടെന്ന് ഇത് ഒരുപാടൊന്നും വേണ്ടല്ലോ, ഞങ്ങൾ കുറച്ച് ആളല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചല്ലേ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.